വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഈ ഫുട്ബോൾ ഗെയിമേഴ്സ്. സോ ഇന്നത്തെ നമ്മൾ വീണ്ടും നമ്മുടെ മൈ ലീഗിൻ്റെ എപ്പിസോഡ് 11 10 ആയിട്ട് വന്നിരിക്കുന്നത്. ഒരേ നിമിഷമൊക്കെ നോക്കട്ടെ. ഞാൻ 10 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അറിവിൽ. അല്ല ഗൈസ്, നമ്മൾ എപ്പിസോഡ് 11 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓക്കെ. അപ്പോൾ നമ്മൾ ഗൈസ് നമ്മൾ പിന്നെ എടുത്തു. ഇന്നൊരു വലിയൊരു അപ്ഡേറ്റാണ്. ഇന്ന് GB ഒന്നുമില്ല, ഒരു MB തന്നെയാണ്, ഒരു 13 MB ആയിട്ട്. സോ നമ്മുടെ ബാറ്റിസ്റ്റൂട്ടയുടെ പോലെ നമുക്ക് ഒരു ഗോൾ കീപ്പറിനെ സെലക്ട് ചെയ്യാൻ പറ്റും ഗൈസ്. ഒരു ഗോൾ കീപ്പറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ആലോചിച്ചൊക്കെ ഗോൾ കീപ്പറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പിക്ഫോർഡിനെയാണ് എടുക്കുക. ഇതാണ് പിക്ഫോർഡിൻ്റെ കാർഡ്. നമുക്ക് ഇംഗ്ലീഷ് ലീഗിനും ഇതിന് യൂസ് ചെയ്യാം, ഇംഗ്ലണ്ട് ടീമിനും. നല്ലൊരു കാർഡാണെന്ന് പറയുന്നുണ്ട്. ഞാൻ അതാണ് എടുക്കുക. ആൻഡ് വേറൊരെണ്ണം വന്നിരുന്നു, സെലക്ഷൻ കോൺട്രാക്ട് നാഷണൽ ടീംസ് എന്നും പറഞ്ഞ്. പോർച്ചുഗലുണ്ട്, ഇംഗ്ലണ്ടും ഉണ്ട്. ഇതിൽ ഞാൻ റൊണാൾഡോയിനെ എടുത്തു, കോൾ പാമ്പറിനെ എടുത്തു. റൊണാൾഡോ 99 ആകും, കോൾ പാമ്പർ 100 ആകും. ഓക്കെ, അപ്പോൾ തുടങ്ങല്ലേ. ഞാൻ ടോറസിനെ എടുത്ത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇന്ന് 50 കളിച്ച് ഞാൻ 50 എടുത്ത്. പിന്നെ ഈ ടൂർണമെൻറ്റിൽ നിന്ന് നമുക്ക് 50 കോയിൻ കിട്ടും, കളിച്ചിട്ട് കിട്ടും AIനെതിരെ. അപ്പോൾ അതും എടുത്ത്. പിന്നെ നമ്മുടെ ഇന്ന് ഇറ്റാലിയൻ ലീഗാണ് വന്നത്. നാഷണൽ ടീംസ് വന്നിട്ടാണ്, നാഷണൽ ടീംസ് ആയിരുന്നില്ല, ഇറ്റാലിയൻ ടീമാണ് വന്നത്. അപ്പോൾ ഇറ്റാലിയൻ നമ്മൾ കണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരുത്തത്. ഓക്കെ, നമുക്കപ്പോൾ ഇത് കളി തുടങ്ങാമല്ലേ. ടോറസിനെ വെച്ചിട്ട് എൻ്റെ ആദ്യത്തെ കളിയാണ് ഗൈസ്. ഞാൻ ടോറസിനെ വെച്ച് കളിച്ചില്ല. പൊളിയായിരിക്കും ഗൈസ്, പൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ടോറസിന് ഭയങ്കര ഇഷ്ടം എനിക്ക്. ഓക്കെ, പിന്നെ ഇത് ലെജൻഡിൻ്റെ ഒരു കളിയാണ്. ജയിച്ചാൽ പൊളിയായിരിക്കും ഗൈസ്. ജയിച്ചാൽ പൊളി എന്ന് പറഞ്ഞാൽ പൊളിയായിരിക്കും. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ ഗൈസ്, നിങ്ങൾ പൊളിയായിരിക്കും ഉറപ്പായാലും. ജയിച്ചൊരു വേറെ ലെവലൊരു ഫീലിംഗ് ആയിരിക്കും. ജയിക്കണം, എങ്ങനെയെങ്കിലും ജയിക്കണം എനിക്ക് ഈ കളി ജയിച്ചേ തീരും. ഇത് നമ്മുടെ കയ്യിലാണ് ഈ കളി ഉള്ളത്. എടാ, ബെല്ലിംഗാം 101 ആയിട്ടുള്ള 101 ഉള്ളൂ ഗൈസ് ബെല്ലിംഗാം. ഓക്കെ, അപ്പോൾ നമുക്ക് കളി തുടങ്ങാം ഗൈസ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കണം ഗൈസ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തത്. കണ്ടില്ലേ, ഈ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പൊളിയിരിക്കും ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞില്ല എന്നാണ് തോന്നണത്. ജയിക്കണം ഗൈസ്, എന്തായാലും ജയിക്കണം ഈ കളി. ഓക്കെ, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ് ഞാൻ. അപ്പോൾ കളി തുടങ്ങല്ലേ. അതെ ഗൈസ്, ഇവിടെ കളി ഇതാ തുടങ്ങിയിരിക്കുന്നു. അവർ ഇത് ഇട്ടിട്ടുണ്ട്, ഒരു അറ്റാക്കിംഗ് ലെവൽ ഇട്ടിട്ടുണ്ട്. ഫുൾ ഡിഫെൻഡ് ഇടട്ടെ. പൊളി. കമോൺ, നല്ലൊരു ചാൻസ് ആയിരിക്കും ഇത്. ഇവിടെ ഒരു നല്ലൊരു ചാൻസ് ആയിരിക്കും. ഇല്ല എടോ, ബാറ്റിസ്റ്റൂട്ടൊക്കെ അത് കിട്ടേണ്ടതായിരുന്നു ഗൈസ്. കിട്ടേണ്ട ഒരു ബോളായിരുന്നു അത്. നോ മാൻ, കമോൺ മെസ്സി, കമോൺ, നിന്നെ കൊണ്ട് കടിയും ഗൈസ്. ഞാൻ വിട്ടു കൊടുക്കത്തില്ല ഗൈസ്. ഇതെങ്ങാനും തോറ്റ് കഴിഞ്ഞാൽ സീന് കോൺട്രാ, അങ്ങനെ വേണം പറയാൻ. പഴയ ബോളും ഞാൻ കളഞ്ഞു. ഗ്രീസ്മാൻ, എനിക്കാണെങ്കിൽ അടക്കി വെച്ച് ചൊറിയും. ഒരു ദേഷ്യം വന്നിട്ട് ചൊറിയില്ല, സാധാരണ ഒരു ചൊറിച്ചില്.
ഗൈസ് 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 അടുത്തൊരു ചാൻസ് ആയിരുന്നത്, രണ്ടാമത്തെ ഒരു ചാൻസ് ആയിരുന്നു നമുക്കവിടെ കിട്ടിയിരിക്കുന്നത്. മെസ്സി ഹെഡിങ്ങിന് നിൽക്കുകയാണെന്ന് പറയുന്നു. എടാ അവൻ എന്താണ് അങ്ങനെ ഇട്ട് കൊടുത്തേ? കേറ്റാൻ സമ്മതിക്കൂല. ക്ലിയർ ചെയ്തോണ്ടെങ്കിൽ ഇപ്പം ഞാൻ ക്ലിയർ ചെയ്യാം. ടോറസിൻ്റെ ആദ്യത്തെ കളി തന്നെ ഇതാണെങ്കിൽ ലെജൻഡിലാണെങ്കിൽ പാവൻ ടോറസ് ആദ്യത്തെ കളി ലെജൻഡ്. കുഴപ്പമില്ല, ഇപ്രാവശ്യം ഡിഫൻസ് ഒക്കെ നല്ല ടഫാണ്. ടഫ് ഡിഫൻസ് ആയിരുന്നു ഇപ്പോൾ. നല്ലൊരു ടഫ് ഡിഫൻഡ് ആയിരിക്കും. ഒരു മിനിറ്റ്, നമ്മൾ ഈ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ. ഓക്കെ. ഗ്രിസ്മാൻ 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 കോസ്റ്റ കോർട്ട സേവ് ചെയ്തു. ഓ 2 സേവ് ഗൈസ് കോസ്റ്റ കോർട്ട. സീൻ തന്നെ, സീൻ എന്താണ് ഗൈസ്, ഡ്രോ എങ്കിലും ആയാൽ മതി എനിക്ക്. കേറി വാടാ. ആഡംസ് വിട്ട് ഗൈസ്. അത് ഹാഫ് ടൈം ആയി. 6 മിനിറ്റിൽ ഹാഫ് ടൈം ആയിട്. പൊളി. 6 മിനിറ്റ് ഹാഫ് ടൈം ആയി. 4-4-2 ആണ് അവരുടെ ഫോർമേഷൻ. ബ്ലാക്ക് ഇല്ലാത്തത് ഭാഗ്യം കഴിച്ച, ഇല്ലെങ്കിൽ ഒരു ഗോൾ പോലും നമ്മൾ അടിക്കില്ല, ഒരെണ്ണം പോലും അടിക്കില്ല നമ്മൾ. ലെങ്ലേറ്റ്, കോക്ക്, മോളിഞ്ഞ, ലോറൻഡെ, ഡേവിഡ് വില്ല പുറത്ത് തട്ടിക്കളഞ്ഞു ഗൈസ്. Rodrigo De Paul, Alvarez, De Paul, Llorente, offside. എടാ മൊത്തം ഓഫ് സൈഡ്. അവൻ മൊത്തം ഓഫ് സൈഡ്, ഫുൾ ബോഡി ഓഫ് സൈഡ്. വലിച്ചങ്ങോടാൻ പോകുന്നു. പറക്കട്ടെ ബോൾ. മെസ്സി എടുത്തോ. ക്രോസ് ടോറസ്. എടാ പുറത്തു പോയടാ, ബോൾ പുറത്തു പോയടാ. അലക്സ് വിസ്റ്റൽ, മോളിന അൽവാരസ്ക്ക് ഒരു പാസ്. അൽവാരസ് ലോറൻറ്റേക്ക്. ഡിപോൾ, മോളിന വൺസ് അഗൈൻ. എടാ ഗൈസ്, ഈ കളി പൊട്ടും ഗൈസ്, കളി ഉറപ്പായാലും പൊട്ടും. നോർമൽ ഇതിനോട്ട് ഈ കളി എന്തായാലും പൊട്ടും. എടാ അവൻ്റെ കാലിലേക്ക് തന്നെ കയറി കൊടുക്കല്ലടാ. ഉമ്മാരെങ്ങനെ കേസ് ഇങ്ങനെ പാസ് ഇടുന്നു? എടാ 80 ഹെഡിങ് ഉള്ളവർക്കൊക്കെ 90 ആയിട്ടുണ്ടാകും കേസ്. ഇപ്പോൾ ഹെഡിങ് സമ്മതിക്കൂലടാ. ഞാൻ ഒരു ഗോൾ അടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. മെസ്സി ചത്തെന്ന് പറഞ്ഞാൽ ചത്തങ്ങനെ.
സൂപ്പർ സബ്. ഇവിടെ പെട്ടെന്നാണ് ചെയ്യേണ്ടത് ഇതൊക്കെ. ടാക്കൾ പറ്റൂല. വിടമാട്ടേൻ. അടിക്കട ഒന്ന്. അടിക്കണില്ല ഗീസ്. ദേഷ്യം വരുന്നു. അടിക്കണില്ല എന്ന് പറഞ്ഞല്ലോ. ഗ്രീസ്മ അല്ല സൊറലോത്ത. അവൻ്റെ ഹെഡിങ് പൊളിയാണ്. ഇവിടെ ടോറസ് പോയി. വാനിസ്റ്റൽ റോയ് വന്ന്. വിനീഷ്യസിൽ നിന്ന് വാനിസ്റ്റൽ റോയിലേക്ക്. വാനിസ്റ്റൽ റോയ് ഇവിടെ പെട്ടെന്നൊന്ന് അടിക്കടത്. എന്ത് കഷ്ടമുണ്ടാ. ബാറ് വെള്ളോ വാ. ഓക്കെ എടാ യെസ് ഗൊളാസോ. അടിച്ച് ഗൈസ്. നമ്മൾ അടിച്ച് ഗൈസ്. ഓ മാൻ അടിച്ച് ഫൈനലി ഒരു ഗോൾ അടിച്ച്. അത് പോയിന്ന് വിചാരിച്ചു. പോയി. ഓക്കെ ബാറ്റിസ്റ്റൂട്ട തീർന്നു. അയ്യോ ഡാർക്ക്. കുഴപ്പമില്ല. അതുകൊണ്ടാണ് പെപ് ഗാർഡിയോളനെ എടുത്തത്. ഓടിക്കോടാ. ഓ അടിച്ചടാ. ലെജൻഡ് ജയിക്കോടാ നമ്മൾ. ഗൈസ് നമ്മൾ ലെജൻഡ് ജയിക്കും. സന്തോഷം കേട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇനി ഫുൾ ഡിഫെൻഡ് ഇട്ട് അങ്ങോട്ട് കളിക്കാം. രണ്ടെണ്ണം അടിച്ചടാ നമ്മ. ഓ മേ ജയിച്ച് ഗൈസ്. ജയിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് പൊട്ടിച്ച്. ലുഡോവിക് ജൂലി ഗൈസ് മാൻ ഓഫ് ദി മാച്ച്. ഫസ്റ്റ് ഹാഫ് ഒരു മാതിരി ഒരു ഹാഫ് ഗൈസ്. ലെജൻഡ് ജയിച്ച് ഗൈസ്. നമ്മ അത്രയും പറയാനുള്ളൂ. ലെജൻഡ് ജയിച്ച്. തോറ്റെന്ന് വിചാരിച്ചു. മാഡ്രിഡ് അടിക്കുപോയി. ബില്ലിംഗ് ഗോൾ. ലെഫ്റ്റ് അവർ ക്ലബ്. നമുക്ക് അടുത്ത ആളെടുക്കാം ഗൈസ്. ലെറ്റ്സ് ടേക്ക് പിർലോ. വെൽക്കം ആൻഡ്രിയ പിർലോ. വെൽക്കം ടു അവർ ടീം. നമ്മൾ പിർലോനെ അവരുടെ ടീമിന് പൊക്കി ഗൈസ്. പിർലോനെ പൊക്കി. കുറവാണല്ല. എന്തോ പൊന്നെ വേറെ ലെവൽ അത്രയും പറയാനുള്ള കണ്ടിട്ട്. നമ്മ അത് ജയിച്ച്. എൻ്റെ ഇതിനും കാട്ടി നല്ലതാണ്. സൂപ്പർ സബ് വിനിയും കാട്ടി നല്ലതാണ്. ജയിക്കുമെന്ന് വിചാരിച്ചത്. ജയിച്ച് സന്തോഷമുണ്ട്. അടുത്ത കളി ഇനിയൊരു
എത്ര കീ മാച്ചുകളുണ്ട്? 2 കീ മാച്ച്, 33ഉം 38ഉം. നമ്മൾ ജയിക്കും ഗൈസ്. ഇതൊക്കെ ബാർസലോണയ്ക്കെതിരെ നമ്മൾ എന്തായാലും ജയിക്കണം. ഇത് ബിഗിനറിൽ തന്നെയാണല്ലേ ഗൈസ്. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ ഇത് വീഡിയത് മെസ്സി ടോപ്പിക്ക് വന്ന്, പിന്നെ ബാറ്റിസ്റ്റൂട്ട 19 0 ഗോളിൽ നിന്ന് 19 ഗോളിലേക്ക് വന്നത്. ബാറ്റിസ്റ്റൂട്ട പൊളി. എനിക്ക് നമുക്ക് മാച്ചിലേക്ക് പോകാം. രണ്ടാമത്തെ ഒരു മാച്ച്. ഞാൻ പേടിച്ച് കളി തോക്കുന്നു. പേടിച്ച് കളി തോറ്റെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ജയിച്ചല്ല. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും അടുത്തൊരു കളിയായിട്ട് വന്നിരിക്കുന്നു. ഇത് റിയൽ മാഡ്രിഡ് വേഴ്സസ് വേറെ ടീമിൽ വരുന്നത് ലഗനീസ്. ഓക്കെ, ടോറസ് ഫെർണാണ്ടോ ടോറസ് ഗൈസ്. ടോറസിൻ്റെ ആദ്യത്തെ ഗോൾ ടീമിന് വേണ്ടി. ടോറസ് മനിഞ്ചായി. ഒടിച്ചെന്ന് വേണം പറയാൻ. ഉമ്മാർക്ക് എന്തിനാ ഗൈസ് ഇത്രയും സൗണ്ട്? ഫീൽഡ് ഓഡിയോ സ്റ്റേഡിയം. സോറി, നമുക്ക് പറ്റിയത് വേണ്ട ഗൈസ്. ഒരു നിമിഷം ഗൈസ്. ഓക്കെ ഗൈസ്. പിടിച്ചോ. ഓഫ്സൈഡ് ഗൈസ്. ഓഫ്സൈഡ് പകുതി പൊടി ഓഫ്സൈഡ്. അതെങ്ങാനും ഗോൾ എനിക്ക് പൊളിക്കുമായിരുന്നു. ഗോളായില്ല. കഴിഞ്ഞ കളി നമ്മുടെ ഇവനടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ബാറ്റിസ്റ്റൂട്ട് അടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ. നമുക്കിപ്പോൾ കൂടിയാനായിരുന്നു ബാറ്റിസ്റ്റൂടെ ഗോൾസ്. 21 റൺ. ഓക്കെ, അടുത്ത കോർണർ പുറത്തു പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയണത്. കേറിന്ന് പ്രതീക്ഷിച്ച് കേറി. പിടിച്ചോ. പിർലോയുടെ ഒരു ഷോട്ട് സേവ്. അഡ്രിയാൻ അൾട്ടിമേറ, ക്രൂസ്, ഡാനി റാബ, ബെക്കംബോർ, ഹഡാഡി, ഡിയോമാന്തെ. ഇല്ല ഹഡാഡി. ഇവിടെ നിന്നൊരു പാസ് ബാറ്റിസ്റ്റൂട്ട, ലിയോണൽ മെസ്സി once again. Pirlo, Batistuta, Cisse, Cruz, Beckenbauer, Pirlo അടിച്ചില്ല.
അടിക്കാനില്ല നോക്കിയാൽ, പാസ് ഇടാനാണ് നോക്കിയാൽ കിട്ടിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ക്രൂസ് ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ വന്ന് എൻ്റെ ടോറസിനെ ഒരു ലോങ് റേഞ്ച് സ്ഥലത്ത് വെച്ചിട്ട് ഫൗൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇവൻ പിർലോനെ ചെറുതെ അടിക്കാൻ നോക്കി. സോ ഇപ്പോൾ ബോൾ കിട്ടിയില്ലേ, ഇപ്പോൾ പിർലോ നിൽക്കണില്ലേ സ്ഥലം, അവിടെ നിന്ന് വെച്ചാണ് ഇതായത്. ഞാൻ വെറുതെ പിർലോനെ വെച്ച് അടിച്ചതാണ്. കയറി ഗൈസ്, അത് സത്യം പറഞ്ഞത് കയറി, ഗോള് കയറി. ഞാനിങ്ങനെ വിശ്വസിച്ചില്ല അത് കയറും. അവിടെ കയറിയാ ഗോള്. അങ്ങനെ നിൽക്കായിരുന്നു ഞാൻ. അപ്പോൾ നോക്കിയപ്പോൾ പിർലോ ഗോളടിച്ചു. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് ഈ ഗോൾ കീപ്പർ ഇത് ചെയ്തില്ലേ, അത് വന്നിട്ട് ഞാൻ തിരിച്ച് ഫൗൾ ചെയ്തതാണ്. എന്നെ ഫൗൾ ചെയ്തവനെ തിരിച്ച് ഫൗൾ ചെയ്ത്. കാർഡൊന്നും കിട്ടിയില്ല, അത് തന്നെ ഒന്ന് കൊടുത്തു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും നടന്നില്ല. പിന്നെ ഇപ്പോൾ അത് വീണ്ടും ടോറസ് ഒരു ഗോൾ അടിച്ചിരുന്ന്. ഓക്കെ, ഗൈസ്, ഞാൻ ടോപ്പ് പ്ലെയർ തന്നെയാണോ കളിക്കുന്നത്? 5-0. ഇത് ഈസി ആയിരിക്കും, കാരണം കുറച്ച് നേരം മുമ്പാണ് ഞാൻ ഇത് കളിച്ചത്. കുറച്ച് നേരം മുമ്പാണ് ഞാനിരുന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലീൻ ഷീറ്റ് നടന്നില്ല. ക്ലീൻ ഷീറ്റ് എന്ന് വെക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, 5-1 5-1. ടോറസ് ടാക്കിൾ. ഓക്കെ, ബോൾ ക്ലിയർ. ടാക്കിൾ ക്ലിയർ. ഇല്ല. ഗൈസ്, ഞാൻ മെസ്സിക്ക് പകരം യമാലിനെ ഇറക്കാൻ പോണു ഗൈസ്. എന്നാൽ എനിക്ക് ടോറസിൻ്റെ ഹെഡിങ് ഒക്കെ ഒന്ന് നോക്കണം. അതുതന്നെ ഞാൻ യമാലിനെ ഇറക്കാൻ പോകുന്നു. ആരും പ്രതികരിക്കണില്ല അല്ലേ? യമാൽ ഇറങ്ങും. ടോറസിൻ്റെ ഹെഡിങ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടോറസ്. ഓക്കെ, കുഴപ്പമില്ല, ഇങ്ങനെ നോക്കാമെന്നാണ് പറയണത്. ബാറ്റ് സ്കൂട്ടൊക്കെ ഉണ്ടെന്ന് അറിയില്ല, പിന്നെന്താ ബാറ്റ് സ്കൂട്ടൊക്കെ ഉണ്ട്. റിവാൾഡോ വന്നില്ലേ? വന്നല്ലോ, പിന്നെന്താ? ഓക്കെ, യമാൽ നടന്നില്ല. ഇപ്പം നടക്കും, നോക്കിക്കോ. ഇതൊന്നും നടക്കൂല. എനിക്ക് ഹെഡിങ് നോക്കണം. ഓക്കെ, യമാൽ പണിക്കല്ലടാ ഷൊണ്ണത്. അവന് കുറേ നേരമായിട്ടുണ്ട് കിടക്കവിടെ. യെല്ലോ ഡാർക്ക് ജീവിതം, യെല്ലോ കാർഡ്. അവൻ്റെ കാലിലേക്ക് തന്നെ കയറ്റി കൊടുക്കുക, ഓട്ടമാരി. ഇവനെന്താടാ ബാറ്റ് സ്കൂട്ടൊക്കെ തന്നെ ഇട്ട് കൊടുക്കണ്? ഇല്ല, മനസ്സിലാവണില്ല. കുറേ നേരമായില്ല ബാറ്റ് സ്കൂട്ടൊക്കെ തന്നെ ഇട്ട് കൊടുക്കണം.
എനിക്ക് ടോറസിൻ്റെ ഹെഡിങ് ആടാ വേണ്ടേ മക്കളെ, എനിക്ക് ടോറസിൻ്റെ ഹെഡിങ് വേണം. ബോൾ അവൻ്റെ കാലിലേക്ക് തന്നെ കയറ്റി കൊടുക്കണം. എന്തിൻ്റെ കടിയാണാവോ, എന്തിൻ്റെ കടിയാണ് അമ്മമാർക്ക്. ബോൾ അവൻ്റെ കാലിലേക്ക് തന്നെ കയറ്റി കൊടുക്കണം. ടോറസാണ് മാൻ ഓഫ് ദി മാച്ച്, അത് വേറെ വിഷയം. അമ്മ 5-1 ജയിച്ചു. ആർസ് എത്രയ്ക്ക് 5-0. അതൊക്കെ ഇച്ചിരി ഓടിയായിട്ട് തോന്നില്ല. ഒരു മാച്ച് കൂടി കളിക്കുക ആണെങ്കിൽ എന്താ നോക്കാം. 29 ഗോളാണ്. ഗൈസ്, ലെറ്റ്സ് ടേക്ക് ദ ബെസ്റ്റ് വൺ, ബിഗിനർ. ഇങ്ങനെ അടുപ്പിച്ച് എത്ര ഗോൾ അടിക്കാൻ നോക്കിക്കും, എത്ര അടിക്കാൻ നോക്കിക്കും. നിങ്ങൾ നോക്കിയിരുന്നു എത്ര അടിക്കും, മൊത്തം അടിച്ചെടുക്കാൻ പോലും. അല്ലാതെ എത്ര അടിക്കുമെന്ന് മാത്രമേ നിങ്ങൾ കണ്ടാൽ മതി. ബാറ്റിസ്റ്റൂട്ട ഈ കളിയൊരു 20 ഗോളെങ്കിലും ഞാൻ അടിപ്പിക്കും. ബാറ്റിസ്റ്റൂട്ടാണ് വെച്ച് ട്രൈ ചെയ്യും. ഒരു നിമിഷം. ഓക്കെ ഗൈസ്, ചെറിയൊരു പണിയുണ്ടായി, അതിന് പോയതാ. ബാറ്റിസ്റ്റൂട്ട ഗോൾ. ഓക്കെ, 22 ഗൈസ്, 22 ഗോളായി. അവന് താണ്ടുകയില്ല, ഞാൻ ടോപ്പിൽ വരും, അത് ഉറപ്പാ. കയറു ബാറ്റിസ്റ്റൂട്ട. 23 പെട്ടെന്ന് അടിക്കാം ഗൈസ്, പെട്ടെന്ന് അടിക്കാം. പെട്ടെന്ന് അടിക്കുക. ഇവൻ എങ്ങടാ ഗൈസ് പോയെ? ബാറ്റിസ്റ്റൂട്ട് എങ്ങടാ പോയെന്ന് കണ്ട? അങ്ങോട്ട് പോയി, അറ്റത്തേക്ക് പോയി. ലൂക്കാസ് സിഡാൻ്റെ ഒരു മോൻ്റെ പേര് ലൂക്കാന്നാണ്. ആഹാ, കൊള്ളാലോ, സിഡാൻ്റെ മോൻ തന്നെയാണത്. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കേറിക്കോ. കളിച്ച് ഓഫ് സൈഡ്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് 8 ഗോൾ, സെക്കൻഡ് ഹാഫ് ഒരു 8 ഗോൾ അടിക്കാം. എന്ത് പറയുന്നു. ഇപ്പോൾ ബാറ്റിസ്റ്റൂട്ടയ്ക്ക് 28 ഗോളുണ്ട്. ഇനിയും ഒരു ഗോളും കൂടി അടിച്ചാൽ ഇവൻ്റെ അത്രയും ആവും. ഇനി ഒരു ഗോളും കൂടി അടിച്ചാൽ ലെവൻഡോസ്കിയുടെ അത്രയും ആവും. അപ്പോൾ അടിച്ചിരിക്കണം. ആടാ, മെസ്സിക്ക് ഇട്ട് കൊടുക്കടാ നീ. മെസ്സി ഒന്നും നിനക്ക് വേണ്ടി അടിച്ചു തരില്ല. എടാ, ഒരെണ്ണം അടിക്കടാ. എന്തിൻ്റെ കേടായിരുന്നു പണി? എന്താണല്ലേ ഇങ്ങനെ? ബാറ്റിസ്റ്റൂട്ടൊക്കെ ഓഫ്. എടാ, ഈ റെഫറി കുറേ നേരമായിട്ട് എന്നെ ഓഫ് സൈഡ് വിളിക്കണ്ടല്ല. എന്തു മനസ്സിലാവില്ല. റെഫറി ഒരു കാര്യമില്ലാതെ ഓഫ് സൈഡ് വിളിക്കുന്നു.
19 ഗോൾ. അപ്പോൾ 29 ഗോളായി. ഇപ്പം തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് 9 ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇവൻ ചെയ്യണത് കണ്ട നമ്മൾ ഫേക്കായി ഇതാകുമെന്നാണ് അവൻ്റെ വിചാരം. പക്ഷേ നമ്മളങ്ങനെ ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഓക്കെ 10 ഗോളായി ഗൈസ്. 30 ഗോൾ. എന്തായാലും ലെവൻഡോസ്കി അടിച്ചിട്ടുണ്ടാവണം കുറച്ച് ഗോൾസൊക്കെ. കാരണം ഇനിയും ബാറ്റിസ്റ്റൂട്ട് തന്നെ വെച്ച് അടിക്കും. ഓക്കെ 11 ഗോൾ. അപ്പോൾ 31 ഗോളായി ഗൈസ് ബാറ്റിസ്റ്റൂട്ട. നമ്മളിവിടെ കളിക്കണ കാരണം അയ്യോ ലാഗ് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. എന്ത് കാര്യത്തിന്? ഒരേ വിഷയത്തിന് ലാഗ് ക്ലിയറായി. ഓ എടാ നിങ്ങൾ ഇവന്മാരെ വിശ്വസിച്ച് നമ്മൾ പാസ് ഇടാനേ പാടില്ല. ഇവന്മാരെ വിശ്വസിച്ച് പാസ് ഇടാൻ പാടില്ല. ഉറപ്പായില്ല, വിശ്വസിക്കുന്ന പാസ് ഇടാൻ പാടില്ല. അയ്യോ ഗൈസ് ബാറ്റിസ്റ്റൂട്ടിന് വിചാരിച്ചു. ബാറ്റിസ്റ്റൂട്ടിന് വിചാരിച്ചു റീവൈൻഡ് അടിക്കാൻ പറ്റുമായിരുന്നു. പോയി അതായത് 12 ഗോൾ. ഞാൻ അതുകൊണ്ടാണ് വേറെ പ്ലെയറിനെ വെച്ച് അടിക്കാത്തത് ഗൈസ്. കാരണം എനിക്ക് കണക്ക് തെറ്റിപ്പോകും ബാറ്റിസ്റ്റൂട്ട് എത്ര അടിച്ചെന്നപ്പോൾ. ഇപ്പോൾ 12 ഗോൾ ബാറ്റിസ്റ്റൂട്ട്. ശരിക്കും 13 ആവേണ്ടതാ. ഓ ലാഗോട് ലാഗ്. കളി ജയിച്ചു 14-0. അല്ല 15-0. 15 നിങ്ങൾക്ക് മനസ്സിലായോ? ബെൻസിമ 15 ഗോൾസ് മൈൻ 15 ഗോൾസ്. യെസ് 4 അടിച്ചുള്ളൂ ഗീസ്. അപ്പോൾ കുഴപ്പമില്ല. കോമ്പറ്റീഷൻ 34 ഗോൾ ഗീസ്. 2 ഗോളിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 34 ഗോൾ ബാറ്റിസ്റ്റൂട്ട. ഞാൻ നമുക്ക് ഇന്നൊരു കൂട്ടം കളിക്കട്ടെ. 20 മാച്ചിൽ 43 ഗോൾ അടിച്ചു ബാറ്റിസ്റ്റൂട്ട. ഇപ്പം തന്നെ ഇവിടെ ഇങ്ങനെ ഇതാണ് ഗീസ്. 102 മാച്ചിൽ 168 ഗോൾ. എന്ത് ചെയ്യാനാ ഗൈസ്? നമ്മുടെയൊക്കെ പ്ലേയേഴ്സ് ഇച്ചിരി പവർ കൂടിയ പ്ലേയേഴ്സായി പോയി. അതുകൊണ്ടാണ്. ഓക്കെ ഇന്നിപ്പോൾ എത്ര മാച്ച് കളിച്ചു? മാച്ച് കളിച്ച. ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇനിയൊരു മാച്ച് കളിക്കാം. ഞാൻ കളിക്കണില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരാം. നമ്മുടെ എപ്പിസോഡ് 12 ആയിട്ട്. അപ്പോൾ ഓരോ ദിവസവും പുതിയ പ്ലേയേഴ്സ് അല്ല. നാളെ വേറെ പ്ലെയറിനെ എടുക്കില്ല. എനിക്ക് വേറെ പ്ലെയറില്ല, കാശൊന്നും കോയിൻസൊന്നുമില്ല. അപ്പോൾ വേറെ ആരും എടുക്കില്ല. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും സേഫായിട്ടിരിക്കാം.